ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സഫാരി മല ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഡേ 2 ആണ് വെയിൽസ് ട്രിപ്പിൻ്റെ. അപ്പം നമ്മൾ ഇന്നലെ കാർഡിഫ് എന്നിട്ട് നമ്മുടെ കാസിലെ പുറത്ത് കണ്ട മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അകത്ത് കയറാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല. പിന്നെ കാർഡിഫ് മാർക്കറ്റ്, പിന്നെ റഗ്ബി മാച്ച് ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഇന്നലെ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ടെക്കി കോസ്റ്റ് കണ്ടു. അതും കഴിഞ്ഞ് ഇപ്പം നമ്മൾ വീണ്ടും എൻ്റെ ഡൽഹിയിലെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ഓവറിന് വന്നത്. അപ്പോൾ ടിറ്റോ ചാനും ഫാമിലിയുടെ വീട്ടിലേക്കാണ്. ഇത് റിൻസി ചേച്ചി, ഇത് ഞങ്ങളുടെ തൊമ്മിക്കുട്ടൻ. ഹലോ ഹലോ പറഞ്ഞു, ടാറ്റു പറഞ്ഞു, ടാറ്റു പറഞ്ഞു, ടാറ്റു പറഞ്ഞു. നല്ല ആക്റ്റീവ് ആയിരുന്നു ഇന്നലെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. സൂപ്പർ ആക്റ്റീവാണ് അവൻ. ഇന്നിപ്പോൾ എനിക്ക് വന്നതിൻ്റെ ഒരു ക്ഷീണമാണ്. പിന്നെ റീയും റോയ്സാനും ഉണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പം നമ്മുടെ ഡേ 2 ആയിട്ട് ഞാൻ പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പ്രൊണൗൺസ് ചെയ്യാം. സ്നോഡോണിയ അങ്ങോട്ട് പോവാ. അതൊരു എന്താ പറയുക, ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ നമ്മുടെ UK ഏതാ വാട്ടർ ലേക്കോ ലേക്ക് റിവറോ ലേക്ക് ഡിസ്ട്രിക്റ്റ് അതിൻ്റെ ഒരു സമാന്ന് പറയാം. എന്നിട്ട് നമ്മുടെ വാട്ടർ ഫ്ലോസും പിന്നെ നടക്കാനൊക്കെ ആയിട്ട് മല എന്തോരം നടക്കുന്ന അറിയില്ല. വന്ന ചെരുപ്പ് ശരിയല്ല, അതുകൊണ്ട് നമുക്ക് മാക്സിമം നോക്കാം. ഇന്നിപ്പോൾ അവിടെ ആയിരിക്കും ഞങ്ങൾ സ്പെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവിടെയാണ് സ്റ്റേ ഓവർ. ഇന്ന് ഞങ്ങൾ ഇവർ ഫ്രണ്ട്സിനോട് ഒക്കെ ബൈ പറഞ്ഞ് ഞങ്ങൾ പോവും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയ്ക്ക് സ്വാഗതം. അവരുണ്ടല്ലോ എപ്പോഴും പോയി ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടും. എനിക്ക് സ്വിച്ചിനോട് റെഡ് കണ്ടാലും ഫ്രിഡ്ജിന്റെ സാധനം ഒട്ടിക്കാനുള്ള സാധനം മേടിച്ചു. അപ്പൊ പ്ലഗ് അതിൽ മേടിക്കും. ടൈം വേസ്റ്റ് ചെയ്യില്ല. കാലത്ത് എന്നെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിക്കണം. നീ അങ്ങനെ കളിക്കില്ല, അങ്ങനെ കുട്ടികൾ നോക്കിയില്ല. ഞാൻ വിളിച്ചു കളിക്കും. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പം ഞങ്ങൾ പാർക്കിങ്സിലോട്ടേക്ക് പോവാണ്, കാറിട്ടോടത്തേക്ക്. ഞങ്ങളെല്ലാ സാധനങ്ങളായിട്ട് പോവുക. ഞങ്ങൾ വന്നതിനേക്കാളും കൂടുതൽ സാധനങ്ങളുണ്ട്. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ ഷോപ്പിങ്ങിന് പോയപ്പോൾ ടെസ്കോയിലൊക്കെ കയറി കുറച്ച് ഡ്യൂവറ്റും സാധനങ്ങളൊക്കെ വാങ്ങി. നല്ല വില കുറവിന് ഡിസ്കൗണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. അപ്പോൾ വണ്ടി നിറച്ച സാധനങ്ങളായി. അപ്പോൾ നമുക്ക് പോവാം. നമ്മുടെ റോഡ് ട്രിപ്പിൻ്റെ വഴിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. വളരെ അടിപൊളി ഭംഗിയുള്ള സ്ഥലങ്ങൾ. ഇതുപോലൊക്കെ പച്ചപ്പ് ഇപ്പോൾ ഞങ്ങളുടെ സ്ഥലത്തും ഉണ്ട്. പക്ഷെ ചില ഭാഗങ്ങളിലൊക്കെ ഈ മരങ്ങളും ആ ഒരു മല പോലെയുള്ള ഒരു മൊട്ടക്കുന്നൊക്കെ പോലെയുള്ളതൊക്കെ കാണാൻ നല്ല രസമാണ്. നല്ല കാറ്റുണ്ട് പുറത്ത്. ഇപ്പോൾ നിങ്ങൾക്കിത് എന്തോരം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല രസമായിരുന്നു. വെയിൽസ് ട്രിപ്പ് പോകണവർ ഒരു റോഡ് ട്രിപ്പ് പോകണത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ കാണുന്ന വേറെ ഒരു പ്രത്യേകതയാണ്, വീടുകളെല്ലാം ഡിറ്റാച്ച്ഡ് വീടുകളാണ്. നമ്മുടെ നാട്ടിലൊക്കെ പോലെ നല്ല നല്ല ഭംഗിയുള്ള നല്ല നല്ല വീടുകളാണ്. വലിയ വണ്ടക്കനല്ല, എന്നാലും ഭംഗിയുള്ള വീടുകളാണ്. ഒറ്റയ്ക്കാണ്. അത്യാവശ്യം 2 വീടുകളൊക്കെ തമ്മിൽ അത്യാവശ്യം നല്ല ഗ്യാപ്പൊക്കെ ഉണ്ട്. വെയിൽസിൽ വരുന്നവർക്ക് വീട് നോക്കി വരുന്നതാണെങ്കിൽ അടിപൊളി സ്ഥലമായിട്ടെന്ന് എനിക്ക് തോന്നി കണ്ടിട്ട്. ഹലോ, ഞങ്ങളിപ്പോൾ ടിറ്റോ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ സ്നോഡോണിയിലേക്ക് പോവാം. അപ്പം ഞങ്ങൾ പോണ വഴി മോട്ടോർ വേ ഒന്നല്ല, ഇതുപോലെ ഹെയർ പിന്നിക്കോടേക്ക് പോകണം ഞങ്ങൾ. അപ്പോൾ പോണ വഴിയിലെ കാഴ്ചയാണ്. അപ്പോൾ ഇത് ഒരു ഐറിഷ് സീ എന്നാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത്.
അതെ നല്ല കാറ്റാ. എനിക്കാണെങ്കിൽ എൻ്റെ സോക്സ് ഇത്തിരി നീളം കുറഞ്ഞു, അതിൻ്റെ ഒരു ചെറിയ തണുപ്പും ഉണ്ട്, പക്ഷെ നല്ല രസമുണ്ട്. അതായത് മൊത്തം കടല, പക്ഷെ ഒരു മൂടലല്ലോണ്ട് ആ ഒരു കടലിന്റെ ഭംഗി വീഡിയോയിൽ അത് നിങ്ങൾക്ക് അത്രയും കിട്ടുന്നുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല രസമുണ്ട്. ഡോറൊക്കെ തുറന്നു പോവായിരുന്നു. പിന്നുകളെ ഹെയർ പിൻസ് മൊത്തം. അപ്പം ഞങ്ങൾ 2-3 സ്ഥലത്ത് ഇറങ്ങി, ഫ്രഷ് എയർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വെച്ചു. ഇവിടെ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഡിറ്റാച്ച്ഡ് ഹൗസസ്. ഡിറ്റാച്ച്ഡ് എന്ന് മാത്രമല്ല, ഒരു വീട് തമ്മിൽ അത്യാവശ്യം ഗ്യാപ്പും ഉണ്ട്. നല്ല വലിയ വീടുകൾ. ഞങ്ങൾ വരുന്ന ഏരിയയെന്ന് വെച്ച് നോക്കുമ്പോൾ നല്ല വീടുകൾ. പക്ഷെ കാലാവസ്ഥ ഇന്ന് കമ്പാരിറ്റീവ്ലി ഇന്നലത്തേക്കാളും ഇത്തിരി മഴ ഇല്ല, അതൊരു കാര്യത്തിൽ നല്ലതാ. പിന്നെന്താ, തണുപ്പുണ്ട്, കാറ്റുണ്ട്. ചെമ്മരിയാട് നിറച്ചുണ്ട്, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, ഇങ്ങനെ പൊട്ട് പോലെ. കാണാൻ നല്ല രസമാണ്. ക്ലൈമറ്റും കുഴപ്പമില്ല, ചെറിയ തണുപ്പുണ്ട്. ഞാൻ ഇത്തിരി തണുപ്പിൻ്റെ ആളായതുകൊണ്ട് പിന്നെ എനിക്ക് ഇത്തിരി തണുപ്പ് കൂടുതല, എന്നാലും കാറ്റുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. പക്ഷെ രസമാണ്, ഡ്രൈവ് നല്ല രസമാണ്. ഈ പോണ വഴിയിൽ നിങ്ങൾ കണ്ട കാഴ്ചകൾ പോലെ എന്നിട്ട് പെട്ടെന്ന് കോട വരും, പെട്ടെന്ന് കോട പോവും. നോക്കി നിൽക്കുക, നമുക്കൊരു വഴി കണ്ടുകൊണ്ടിരുന്ന വഴി പെട്ടെന്ന് മാറിപ്പോവും. പിന്നെ കുറേ മലകൾ, പിന്നെ നമ്മൾ വയനാട്ട് മൂന്നാറൊക്കെ പോകുമ്പോൾ കൊക്കയൊക്കെ ഇല്ലേ സൈഡിൽ കൂടെ, അതുപോലെയൊക്കെ എല്ലാം ഉണ്ട്. പാടങ്ങളുണ്ട്. പാടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡുകളാണ്, ഇവിടുത്തെ ഫീൽഡുകളുണ്ട്, മലകളുണ്ട്, മൊട്ടക്കുന്നുകളുണ്ട്. കാണാൻ നല്ല രസമാണ്. നമ്മളിപ്പോൾ പോകുന്നത് ശരിക്കും സൗത്ത് വെയിൽസിൽ നിന്ന് നോർത്ത് വെയിൽസിലേക്ക് പോണ വഴിയിലാണ് ഇപ്പോൾ ഈ കാഴ്ചകൾ മൊത്തം കണ്ടുപോണത്. സ്നോഡോണിയ എന്ന് പറയുന്നത് ഇതുപോലെ കുറേ വലിയൊരു നാഷണൽ പാർക്കൊക്കെയാണ്. ഹലോ, നല്ല തണുപ്പുണ്ട്. ഞങ്ങളിപ്പോൾ സ്നോഡോണിയയിലെ സിപ്പ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, ആക്ടിവിറ്റീസ് ഉള്ളത്. ഇപ്പം അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ട, ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഈ പരിപാടി. ഈ റോപ്പ് തൂക്കി ഒരു അറ്റത്തു നിന്ന് വേറെ അറ്റത്ത് പോകും. അപ്പോൾ സിപ്പ് വേൾഡ്, പിന്നെ ബൈക്ക് മൗണ്ടിങ്, പിന്നെന്തോ എക്സ്പ്ലോറിങ് ഓഫ് മൈൻ, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ സമയം 2-2:30 വരെ ഉള്ളൂ. ഞങ്ങളിപ്പോൾ 1:15 ഇവിടെ എത്തിയിട്ട് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയില്ല, പറ്റാവുന്ന പോലെ കാണാം. പിന്നെ വഴികളെ കാഴ്ചകൾ നിങ്ങൾ കണ്ടല്ലോ, എൻ്റെ പൊന്നോ, അതൊരു കാഴ്ച തന്നെയായിരുന്നു. അപ്പം ഇവിടെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇട്ടുണ്ട്, ഏതാണ്ട് ഉപയോഗിച്ച മെറ്റൽസ് സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട പോലെ ഒരു ഫീല് അല്ലേ? പക്ഷെ ഇച്ചിരി സ്റ്റോൺ നോക്കുക, അതിൽ പെർഫെക്റ്റ് സർക്കിൾ കണ്ട നീ, ഇടയ്ക്ക് കണ്ട. പിന്നെ കമ്പിയൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ നോക്കിയാൽ കോടമഞ്ഞ് കൊണ്ട് ഫുൾ ക്ലാരിറ്റി ഇല്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ആ കോടമഞ്ഞ് മാറുമ്പോൾ ഒരു പച്ചപ്പ് നിങ്ങൾക്ക് കാണാം. നമുക്ക് പാട്ട് പാടാം. കോടമഞ്ഞ് ഓഹോയ് തൈവരി ഓഹോയ്. ഞങ്ങൾ എങ്ങോട്ടാ പോണത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ ആക്ച്വലി. ഒരു ഫുഡ് കഴിക്കാൻ വന്നാണോ? അല്ല, അതേ രജിസ്ട്രേഷൻ കാണിച്ചിട്ടുണ്ട്, സിപ്പ് വേൾഡ് എന്നിട്ട്. Which is golf. So golf is just an underground crazy golf course. Yeah.
Deep Mine Tour is a history tour, so you go around with a tour guide and they teach you some of the history. Okay. Bounce Below is an underground trampoline. There's 4 layers of nets, there's slides and all that there. Oh, okay. Caverns is how I describe an underground Go 8. Okay. So like there's different zip lines, different Okay. obstacles and all that. Instead of this one. Titan. സോ നോർത്ത് വെയിൽസിലെ അഡ്വഞ്ചേഴ്സ് ആണ് സിപ്പ് വേൾഡ്. ഇതിൽ പലതരം ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാവുന്ന പോലെ എയർ എക്സ്പ്ലോറർ, ക്രോറി ഫ്ലയർ, പിന്നെ ട്രീസിൻ്റെ ഇടയിലുള്ള ജമ്പിങ് ഉണ്ട്, സ്കൈ റൈഡ്സ്, ഗ്രൂപ്പ് സ്കൈ റൈഡ്സ്, പിന്നെ ഫോറസ്റ്റ് കോസ്റ്റർ. നല്ലൊരു സാധനമായിരുന്നു, മിസ്സായി. പിന്നെ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് പറ്റിയത് ഗോൾഫ്, ഡീപ്പ് മൈന്, ബൗൺസ് ബിലോ, പിന്നെ കേവേഴ്സ്, ഇത് ചിൽഡ്രൻസിൻ്റെ ബിഗ് റെഡ്, അഡൽസിന് ടൈറ്റൻ. ഗോൾഫ് ചുമ്മാ മൈനിലുള്ള അണ്ടർഗ്രൗണ്ട് പരിപാടി, പിന്നെ ഡീപ്പ് മൈൻ ടൂറ്, ഡീപ്പ് മൈനിനെ കുറിച്ച്, പിന്നെ ബൗൺസ് ബിലോ നമ്മുടെ ട്രാംപലിൻ, പിന്നെ മൈൻ്റെ ഉള്ളിൽ മറ്റേ റോപ്പ് വേ, പിന്നെ ഔട്ട്സൈഡ് റോപ്പ് വേ. ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് ബൗൺസ് ബിലോ ആണ്, കാരണം ടൈം ഇഷ്യൂസ് കാരണം. Yeah. One thing to remember is while you're on the ground, please keep your helmets on at all times. When I blow on the air to the breathing chamber, I'll give you a little ഓ, ഇത് മറ്റേ സംഭവം. നീ അത് മണക്കാൻ പോണ്ടീ. ഓ, ഇന്നാ ഇത് കഴിച്ചോണ്ട് ഇങ്ങനെ നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കോറി അല്ലെങ്കിൽ ഒരു മൈൻ മുമ്പ് എപ്പോഴോ ഉപയോഗിച്ചിരുന്ന സാധനം അവർ എടുത്ത് ഇങ്ങനെ ഗെയിംസും കാര്യങ്ങളും അഡ്വഞ്ചേഴ്സായിട്ട് അവർ എടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നടക്കണം. അവരാദ്യം പറഞ്ഞ ഒരു സേഫ്റ്റി ഹഡിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഹഡിലേക്ക് നമുക്ക് നടക്കാം. And I don't have to scrape any kids off the top of the ceiling at the end of the day. There are multiple levels to the bounce net. അത് പക്ഷേ മൈനിങ് അല്ല, അതൊരു സൈഡിൽ കൂടെ വെള്ളം ഒഴുകുന്നു. മൈനുകള് ചുമ്മാ കിടക്കുന്നത് എടുത്തുണ്ടാക്കാൻ വേണ്ടി ഓരോ പരിപാടികൾ ചെയ്യും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ആഗ്രഹം വരുന്നില്ല ചാടാൻ? പാറയല്ല, സ്ലേറ്റ് പെൻസിൽ പോലെ, സ്ലേറ്റ് ഉള്ളത് പോലെ. ഓ, ഉള്ളിലുള്ള സ്കിപ്പ്. അപ്പം നമ്മൾ ഇത് നമ്മൾ സ്ഥലത്ത് മറ്റേ അത് സ്കിപ്പിങ്ങിൻ്റെ ആയിരുന്നു, അല്ല റോപ്പിങ്, മറ്റേ റോപ്പ് വേ ഉള്ള പരിപാടി. നമ്മുടെ സ്ഥലത്ത് എൻ്റെ അമ്മോ കുറേ ഉണ്ടല്ലത്. ഇത് നല്ല ഉയരത്തിലാണല്ലോ ഈശ്വര. ഇത് നാല് ലെവലായിട്ട് ഇവർ നെറ്റ് കെട്ടിയേക്കാം. പിന്നെ ഇതുണ്ട്, ഒരു സ്ലൈഡും ഉണ്ട്. ഓ കൊള്ളാലിച്ച. ഇതിൻ്റെ ഉള്ളിലിപ്പോൾ കയറി ഞങ്ങൾ. ഇത് 4 ലെവലായിട്ട് ഒരു മൈനിൻ്റെ ഉള്ളിൽ നെറ്റ് കെട്ടിയേക്കാം. അപ്പോൾ നമുക്ക് അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചാടി കളിക്കാം. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ഏറ്റവും ടോപ്പിലേക്ക് പോവുക. അവിടെ നിന്ന് ചാടി നമുക്ക് താഴെ. സംഭവം കൊള്ളാം. നടക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യം നല്ല പേടി. കിടുകിട്
കിടുകിട് കിടുകിട്. അങ്ങോട്ട് പോലെ അടുത്ത നമുക്ക് ഇവിടെ രക്ഷയിടാ. ഞങ്ങളിപ്പോ ലെവൽ 4 നിന്ന് ചാടിയേ. ഒരു അപാര എക്സ്പീരിയൻസ് മാൻ. വെയിൽസിൽ വരികയാണെങ്കിൽ എന്തെങ്കിലും ട്രൈ ചെയ്തോളൂ. ഇത് മാത്രമല്ല, വേറെ കുറേ ഇതുണ്ട്. ഞങ്ങൾ ടൈം വൈകിയതുകൊണ്ടാണ് ഞങ്ങൾക്കിത് ഇത് മാത്രം ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ എൻ്റെ അമ്മ, നിങ്ങളൊരാഴ്ച ജിമ്മിൽ പോയിട്ടില്ലെങ്കിൽ 3 ആഴ്ച ജിമ്മിൻ്റെ കാലറി ഇവിടെ കുറയ്ക്കണം. അപ്പം ഇന്നത്തെ ചാട്ടവും മതിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ തിരിച്ച് ഞങ്ങളുടെ എന്നിട്ട് ഹോട്ടൽ സ്റ്റേയിലേക്ക് അവിടേക്ക് പോവാണ്. കണ്ടോ, കോടമഞ്ഞ് വരും പോവും വരും പോവും. ഒരു 5 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ കോടമഞ്ഞ് വന്ന് പോകണ കാണാം. വീണ്ടും നമ്മുടെ റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് വഴിയിൽ കാഴ്ചകൾ കാണുന്ന പോലെ നേരത്തെ പോലെ തന്നെ വീണ്ടും മനോഹരമായ കാഴ്ചകൾ കണ്ട് നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ വെയിൽസിലെ അവസാനത്തെ റെസ്റ്റേഷനിലെത്തി. ഞങ്ങൾ ഹോട്ടലിലേക്ക് നടക്കാൻ പോവാ, വണ്ടി പാർക്ക് ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ നമ്മുടെ റോപ്പ് വേ അല്ലല്ലോ, സിപ്പ് വേൾഡിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേ ഓവറിൻ്റെ നൈറ്റിനുള്ള സ്റ്റേയിലേക്കുള്ള ഹോട്ടലിലേക്ക് എത്തി. ഞങ്ങൾ മെറൈൻ ഹോട്ടലിലാണ്. എൻ്റെ അടുത്ത് ഒരു കടലുണ്ടെങ്കിൽ കടലിൻ്റെ പേരറിയില്ല, തപ്പണം. വന്നിട്ട് ഞാൻ ഇന്ന് ഒരു ചാട്ടം കഴിഞ്ഞപ്പോഴേക്കും നല്ല ടയേർഡായിട്ടുണ്ട്. മെയിലൊക്കെ ഇത്തിരി വേദന തുടങ്ങിയിട്ട്. വരുന്ന വഴി നല്ല രസമായിരുന്നു, കാരണം മൂടൽമഞ്ഞ് പോരുന്ന വഴിയിൽ കുറഞ്ഞു, പിന്നെ നല്ല സൺഷൈനും. ഇനിയിപ്പോൾ ഞങ്ങൾ ഉള്ളിൽ പോയി ചെക്ക് ഇൻ ചെയ്യാണ്. ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡേ 3ലേക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, നമുക്ക് കയറാം കേട്ടോ. ഇവിടെ കുറേ ബ്രോഷേഴ്സ് ഉണ്ട് കേട്ടോ, കുറേ ബ്രോഷേഴ്സ് ഉണ്ട് നമുക്ക് എങ്ങനെ പോകണ്ടേന്നുള്ളതൊക്കെ. അപ്പോൾ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. കുറച്ച് ലീഫ്ലെറ്റ്സ് അവിടെ നിന്ന് പിക്ക് ചെയ്തു. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഓൾറെഡി അങ്ങോട്ട് പോയി. ഞങ്ങൾ ഓൾറെഡി പോയി. സോറി, എൻ്റെ മുടി ഭയങ്കര വൃത്തിയുടെ ഇടയിൽ കാറ്റ്, നല്ല കാറ്റാണ് പുറത്തുനിന്ന് വെച്ചാൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. നമ്മളൊക്കെ നീങ്ങി പോകും, അതുപോലെ കാറ്റാണ്. മുടിയൊക്കെ എത്ര ഇരിട്ട് രക്ഷയില്ല. ശരിക്കും തൊട്ടപ്പുറത്തെ കടല് ഞങ്ങൾ നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. നല്ല വ്യൂസ് അല്ലേ, ആർക്കും ഇഷ്ടപ്പെടാത്ത. ഞങ്ങൾ റൂമെത്തി. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്.